ജാനകി ദാദിക്ക് നിമിത്തമായുള്ള ഭോഗ് സന്ദേശം. എല്ലാവരുടെയും സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് വതനത്തിൽ ബാബയുടെ അടുത്തേക്ക് ബാബ വിളിച്ചപ്പോൾ വതനത്തിൽ ബാബയും ബാബയോടൊപ്പം ജാനകി ദാദിയും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയായിരുന്നു. ബാബ സ്വാഗതം ചെയ്തു. നമ്മളെല്ലാവരെയും ബാബ വതനത്തിലേക്ക് ആഹ്വാനവും ചെയ്തു, സ്വാഗതവും ചെയ്തു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ബാബ വളരെയധികം സ്നേഹം നിറഞ്ഞ ശക്തിശാലി ദൃഷ്ടിയിലൂടെ കൂടിക്കാഴ്ച നടത്തി. ബാബയുടെ നയനങ്ങളിൽ സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും കിരണങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ വിശ്വത്തിലെ ബാബയുടെ എല്ലാ കുട്ടികളിലേക്കും എത്തിച്ചേരുന്നുണ്ടായിരുന്നു. എനിക്കും ബാബ ദൃഷ്ടി നൽകിയപ്പോൾ ഏതാനും നിമിഷത്തേക്ക് സ്വയം വളരെയധികം ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും അനുഭവം ഉണ്ടാകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, അങ്ങേക്ക് വേണ്ടിയും ദാദി ജാനകിക്ക് വേണ്ടിയും ജാനകി ദാദിയുടെ സഹചാരികൾക്ക് വേണ്ടിയും ഇന്ന് ഞാൻ ഭോഗുമായി വന്നിരിക്കുകയാണ്. അപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. അതിനുശേഷം ബാബ പറഞ്ഞു, കുട്ടികൾ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു, ദാദിമാരെയും ബാബയെയും പരദാദിമാരെയും ഓരോ ദാദിയെയും വളരെയധികം സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുകയും ചെയ്യുന്നു, അവരെ ആഹ്വാനവും ചെയ്യുന്നു. പിന്നെ ഈ ദൃശ്യം കണ്ടു. ബാബ ദാദിയോട് ചോദിച്ചു, താങ്കളെ എല്ലാവരും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാദി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും വളരെയധികം ഓർമ്മിക്കുകയാണ്. അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ദാദി പറഞ്ഞു, നിങ്ങളേവരും നമ്മളെ ആഹ്വാനം ചെയ്യുന്നു, നമ്മൾ താങ്കളെ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു ദാദി ഇവിടെ പ്രസൻ്റ് ആകണം എന്ന്. ദാദി പറയുന്നു, താങ്കൾ മുകളിൽ പ്രസൻ്റ് ആകണം എന്ന്. ദാദി പറഞ്ഞു, നോക്കൂ, താങ്കൾ നമ്മുടെ സഹചാരികളാകൂ. ദാദി ഇങ്ങനെ സഹചാരികളാകൂ എന്ന് പറയുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദാദി പറഞ്ഞു, സഹചാരികൾ ആകുന്നതിന് വേണ്ടി താങ്കൾ ശരീരം ഉപേക്ഷിച്ച് വതനത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. എന്നാൽ സഹചാരികൾ ആകുന്നതിന് വേണ്ടി മനസ്സ വാച കർമ്മണ. അപ്പോൾ ബാബ ഇത് കൂട്ടിച്ചേർത്തു, ദാദിയുടെ ആരോഗ്യ അവസ്ഥ എങ്ങനെയുള്ളത് ആയിരുന്നപ്പോഴും തുടക്കം മുതലേ തന്നെ ദാദിക്ക് മനസ്സ സേവനത്തിൻ്റെ വളരെയധികം അഭ്യാസം ഉണ്ടായിരുന്നു. മുഴുവൻ വിശ്വത്തിൻ്റെയും മനസ്സ സേവനം. അപ്പോൾ അതേപോലെ ദാദിമാർക്ക് കൂട്ടു നൽകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തൻ്റെ മനസ്സാ സേവനം വർദ്ധിപ്പിക്കൂ. മനസ്സാ സേവനം ചെയ്ത് താങ്കൾ ഫരിസ്തയായി മാറും. അതായത് ദേഹത്തിൽ നിന്നും വേറിട്ട് അശരീരി സ്ഥിതിയും പൂർണ്ണമായും ഫരിസ്ത രൂപമായി മാറും. മനസ്സാ സേവനം ചെയ്ത് താങ്കളുടെ ഫരിസ്ത രൂപം ഉണ്ടാകും. പിന്നെ മനസ്സാ സേവനത്തോടൊപ്പം താങ്കളുടെ വാക്കുകൾ, താങ്കളുടെ സംസാരം, അതിലൂടെ എല്ലാവർക്കും പല പ്രകാരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. സൈലൻസിൻ്റെ അനുഭവം ഉണ്ടാകും. വേറിട്ട അവസ്ഥയുടെ അനുഭവം ഉണ്ടാകും. പലതരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകും. പിന്നെ കർമ്മയോഗവും അഥവാ ചെയ്യുകയാണെങ്കിൽ ഏതുപോലെ
എല്ലാ സേവാധാരികളും വളരെയധികം കർമ്മയോഗത്തിൽ വ്യാപൃതരായിരിക്കുന്നു. അപ്പോൾ മനസ്സ്, വാക്ക്, പിന്നെ കർമ്മം, അതിൻ്റെ പ്രഭാവവും വളരെയധികം ഉണ്ടാകും. ബാബ പറഞ്ഞു, എത്രത്തോളം ഫരിസ്തയായി മാറുന്നുവോ അത്രയും അക്ഷീണമായിരിക്കും. ഇക്കാലത്താണെങ്കിൽ വളരെയധികം സേവനമുണ്ട്, വിസ്താരവും വളരെയധികമുണ്ട്. ബാബ പറഞ്ഞു, ഫരിസ്തയുടെ സ്ഥിതിയാണ് വേറിട്ടതും പ്രിയപ്പെട്ടതും. ഭാരരഹിത അവസ്ഥ, അത് നിങ്ങളെ അക്ഷീണമാക്കി വയ്ക്കും. താങ്കൾ എന്തെങ്കിലും എത്ര തന്നെ ചെയ്താലും ഫ്രഷ് ആയിരിക്കും, ഭാരരഹിതം ആയിരിക്കും. നമ്മൾ ഇനിയും ചെയ്യട്ടെ, ഇനിയും ചെയ്യട്ടെ എന്ന് തോന്നും. അപ്പോൾ ഒന്നാമതായി ഇനിയും ചെയ്യട്ടെ എന്ന സങ്കല്പം ഉണ്ടാകും. രണ്ടാമതായി യോഗ്യതയും വേണം, ശക്തിയും കൂടുതൽ വേണം. ബാബ പറഞ്ഞു, വിശ്വം പരിധിയില്ലാത്തതാണല്ലോ. വിശ്വത്തിൽ എത്ര ആത്മാക്കളാണുള്ളത്? അപ്പോൾ അക്ഷീണ സേവാധാരിയും പരിധിയില്ലാത്ത സേവാധാരിയും. ആ സേവനം ചെയ്യുന്നതിനു വേണ്ടി ഫരിസ്തയുടെ സ്ഥിതി വളരെയധികം ആവശ്യമാണ്. ഇന്ന് ബാബ വിശേഷിച്ച് പറഞ്ഞു, മനസ്സാ സേവനം ചെയ്ത് ചെയ്ത് ഫരിസ്തയായി മാറൂ. പിന്നെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ദാദിയും ഉണ്ടായിരുന്നു, മറ്റ് ദാദിമാരും ഉണ്ടായിരുന്നു. ബാബ നമ്മൾ കുട്ടികളോട് ഈ ആത്മീയ സംഭാഷണം നടത്തുകയായിരുന്നു. വർത്തമാന സമയത്ത് കുട്ടികൾക്ക് എപ്രകാരത്തിലുള്ള സ്ഥിതി ഉണ്ടായിരിക്കണം? സദാ പരിധികളിൽ നിന്നും ഉപരിയായിരിക്കൂ, പരിധിയില്ലാത്തതിൽ ഇരിക്കൂ. തൻ്റെ ഹൃദയത്തിൽ ഉദാരതയും ഉണ്ടായിരിക്കണം. വളരെ വളരെയധികം വിശാല ഹൃദയവും വലിയ ഹൃദയവും വയ്ക്കൂ. പരിധിയില്ലാത്ത ബുദ്ധി ഉണ്ടായിരിക്കണം. താങ്കളുടെ ഹൃദയം സദാ ദാതാവിൻ്റേതായിരിക്കണം. ബാബ പറഞ്ഞു, ഈ രണ്ട് വിശേഷതകളും വർത്തമാന സമയത്ത് വളരെയധികം ആവശ്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് ബാബ ഇന്ന് പറഞ്ഞു, ഏതുപോലെ ദാദി ജാനകി ശക്തി സ്വരൂപം ആയിരുന്നു, അത്രയും തന്നെ ദാദിയുടെ ഹൃദയത്തിൽ ദയാഭാവവും വളരെയധികം ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും ഓരോരുത്തരോടും ഉണ്ടായിരുന്നു. അഥവാ ആരിലെങ്കിലും ഏതെങ്കിലും ചെറുതോ വലുതോ ആയ സംസ്കാരമോ ദൗർബല്യമോ ഉണ്ടെങ്കിൽ ദാദിയുടെ ശ്രദ്ധ ഒരിക്കലും ആരുടെയും സംസ്കാരത്തിലേക്ക് പോകുമായിരുന്നില്ല. പകരം അവരുടെ വിശേഷതകളുടെ നേർക്ക് പോകുമായിരുന്നു. ബാബ പറഞ്ഞു, ദാദി ഓരോരുത്തരുടെയും വിശേഷത നോക്കി അവർക്ക് ദൃഷ്ടി നൽകി. അവർക്ക് എന്ത് വിശേഷതയുണ്ടോ അത് സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാൻ വിശേഷ ആത്മാവാണ് എന്ന് അവർ തിരിച്ചറിയുന്നതിന് വേണ്ടി എൻ്റേത് വിശേഷ പാർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ ബാബ പറഞ്ഞു, മുഴുവൻ പരിവാരവും വിശേഷ ആത്മാക്കളുടേത് തന്നെയായിരിക്കും, മഹാൻ ആത്മാക്കളുടേത് തന്നെയായിരിക്കും. അപ്പോൾ ബാബ ഇന്ന് നമ്മളെല്ലാവരോടും പറഞ്ഞു, വരൂ, നമ്മളോടൊപ്പം വതനത്തിൽ സേവനം ചെയ്യൂ. അപ്പോൾ എനിക്ക് ആദ്യം തോന്നി, വതനത്തിൽ എങ്ങനെയാണ് സേവനം ചെയ്യുക? പിന്നെ ബാബ ആത്മീയ സംഭാഷണം ചെയ്തുകൊണ്ട് പറഞ്ഞു, കുട്ടി, ഇപ്പോൾ വേഗം ഇങ്ങനെയുള്ള ഒരു സമയം വരും. അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നാമതായി, ഏതെല്ലാം സൗകര്യങ്ങളുണ്ടോ അഥവാ ഫെസിലിറ്റീസ് ഉണ്ടോ, സാധനങ്ങൾ ഉണ്ടോ, പതുക്കെ പതുക്കെ ആ സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ട് ഭാഗത്തു നിന്നും, മനുഷ്യരിലൂടെയും പ്രകൃതിക്ഷോഭങ്ങളിലൂടെയും. കാരണം മനുഷ്യരുടെ സ്വഭാവം എന്താണോ
പ്രകൃതി എന്താണോ അതിൽ ഈർഷ്യ, ദ്വേഷം, പകരം വീട്ടുന്നതിൻ്റെ ഭാവന, അഹങ്കാരം ഇവ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതിയിലെ സാധനങ്ങളും സൗകര്യങ്ങളും അതിലൂടെയാണ് ശരീരത്തിൻ്റെയും പാലനം നടക്കുന്നത്. അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ഡിമിനിഷ് ആകും. പതുക്കെ 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 കൂടുതൽ ഉണ്ടായിരിക്കുകയില്ല. കാരണം വിനാശം എന്നത് ഏത് രീതിയിലാണോ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. മറിച്ച് അതിൻ്റെ മറ്റൊരു രീതി ഇതായിരിക്കും. ബാബ പലപ്പോഴും മുൻപും മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്, താങ്കൾക്ക് ഒന്നും ലഭിക്കുകയില്ല എന്ന്. കയ്യിൽ വജ്രങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും ധാന്യങ്ങൾ ലഭിക്കുകയില്ല. ബാബ പറഞ്ഞു, ഇങ്ങനെയുള്ള സാഹചര്യം ഇന്നത്തെ മനുഷ്യർ തങ്ങളുടെ സ്ഥിതിയിലൂടെ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാബ പറഞ്ഞു, കുട്ടികളായ നിങ്ങൾ നിർഭയരായി ഇരിക്കണം, ചിന്തിക്കരുത്. ആകുലതയുടെ ഒരു കാര്യവും ഇല്ല. നിങ്ങളുടെ ആവശ്യകത എന്താണോ അത് പൂർത്തിയാകും. എന്നാൽ സേവനത്തിൻ്റെയും സാധനങ്ങൾ താങ്കൾക്ക് ഇനിയും ലഭിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ കൂടുതൽ താങ്കൾക്ക് പ്രോഗ്രാം ലഭിക്കും. ഓരോരുത്തരും ആഗ്രഹിക്കും, താങ്കൾ സന്ദേശം നൽകൂ, വിശ്വശാന്തിയെക്കുറിച്ച് താങ്കൾ എന്തെങ്കിലും പറയൂ എന്ന്. അപ്പോൾ താങ്കളുടെ സ്വരൂപത്തിലൂടെ, താങ്കളുടെ മുഖത്തിലൂടെ വളരെ വളരെയധികം സേവനം ഇപ്പോൾ നടക്കേണ്ടതുണ്ട്. സേവനത്തിൻ്റെ വിസ്താരമുണ്ട് എന്നത് സംശയരഹിതമാണ്. എന്നാൽ ഇപ്പോഴും വളരെയധികം സേവനമുണ്ട്. ആ സേവനത്തിനു വേണ്ടി ബാബ പറഞ്ഞു, താങ്കളുടെ സ്വരൂപം ശാന്തി, സ്നേഹം തുടങ്ങി ഏതെല്ലാം ഗുണങ്ങളുണ്ടോ ആ സ്വരൂപത്തിൽ കാണപ്പെടണം. എത്രത്തോളം സ്വരൂപത്തിൽ കാണപ്പെടുമോ അത്രയും അവർക്കും മറ്റ് ആത്മാക്കൾക്കും ആ സ്വരൂപത്തിലൂടെ പ്രാപ്തിയും ഉണ്ടാകും. തൻ്റെ സ്വരൂപത്തിലൂടെ അവരുടെ കണക്ഷൻ ബാബയുമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ബാബ പറഞ്ഞു, എന്തെങ്കിലും പുതിയ രീതിയിലുള്ള സേവനം താങ്കൾ തൻ്റേതായ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ സമയമനുസരിച്ച് സ്ഥിതിയിലൂടെ അതിനെ ഫരിസ്താസ്ഥിതി എന്ന് പറയാം. വേറിട്ടതും പ്രിയപ്പെട്ടതും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സ്വരൂപത്തിലൂടെ ഏറ്റവും കൂടുതൽ സേവനം ഉണ്ടാകും. ഭക്തർ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ദേവീ ദേവതമാരുണ്ടോ, ആരാണോ പൂജനീയരായവർ, അവരുടെ ദർശനം കാണുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ തൻ്റെ പ്രത്യക്ഷ രൂപം, തൻ്റെ ദേവതാരൂപം പ്രകടമാക്കി വയ്ക്കണം. ഭക്തർക്ക് ദർശനം എന്ന് പറഞ്ഞാലും സാക്ഷാത്കാരം എന്ന് പറഞ്ഞാലും ആത്മാക്കൾ ഏതൊരു അന്വേഷണത്തിലാണോ അവർക്ക് മാർഗം ലഭിക്കണം. അപ്പോൾ ബാബ വർത്തമാന സമയത്ത് നമ്മളെല്ലാവരും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു, ജാനകി ദാദിയുടെ ഉദാഹരണം മുന്നിൽ വയ്ക്കൂ. ആ ഉദാഹരണം എന്താണ്? ദാദി മനസ്സ വാച കർമ്മണ 3 സേവനങ്ങളും സമാന രൂപത്തിൽ ചെയ്തു. അപ്പോൾ നിങ്ങളേവരും ഈ സമയത്ത് മനസ്സ വാച കർമ്മണ 3 സേവനങ്ങളും ഒരുമിച്ച് ചെയ്യണം. ബാബ കുട്ടികളായ നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാബയുടെ ദൃഷ്ടിയിലൂടെ കുട്ടികളായ നമ്മുടെ സമ്പൂർണ്ണ സ്വരൂപവും എമർജായിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, നിങ്ങളും ദൃഷ്ടിയിലൂടെ ഇപ്പോൾ ഓരോരുത്തർക്കും തൻ്റെ സമ്പന്നതയുടെയും
സമ്പൂർണ്ണ സ്വരൂപത്തിൻ്റെയും അനുഭവമുണ്ടാകണം. ആരുടെയെങ്കിലും സംസ്കാരമോ ദൗർബല്യമോ ഒന്നും നോക്കരുത്. താങ്കളുടെ ദൃഷ്ടിയിലൂടെ അവർക്ക് ഈ അനുഭവമുണ്ടാകണം. ഇതാണ് എൻ്റെ സമ്പൂർണ്ണ സ്വരൂപം. ഏതുപോലെ ബാബയുടെ ദൃഷ്ടിയിലൂടെ നിങ്ങൾക്കേവർക്കും അനുഭവം ഉണ്ടാകുന്നുവോ, അതേപോലെ നിങ്ങളുടെ ദൃഷ്ടിയിലൂടെ എല്ലാവർക്കും അനുഭവം ഉണ്ടാകണം. ഞാൻ പറഞ്ഞു, ബാബ ജയന്തി ബഹനും ഹൻസ ബഹനും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. അപ്പോൾ രണ്ടുപേരും, ഒരാൾ ഒരു ഭാഗത്തും മറ്റേയാൾ മറുഭാഗത്തും. ബാബ പറഞ്ഞു, കുട്ടികളെ, എത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കുന്നുവോ, നിങ്ങൾ സഹചാരി ആയിരിക്കുന്നുവോ? അപ്പോൾ ദാദിയും വളരെയധികം ഓർമ്മിക്കുന്നു. രണ്ടുപേരും വളരെ നല്ല പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പാർട്ട് അഭിനയിച്ചു കൊണ്ടേയിരിക്കൂ. ഹൻസ ബഹൻ്റെ കാര്യത്തിൽ ബാബ പറഞ്ഞു, ഈ കുട്ടിയുടെ വളരെയധികം സേവനം നടക്കും. മറ്റൊരു സങ്കല്പവും കൊണ്ടുവരേണ്ടതില്ല. സ്വരൂപമായി മാറും. തൻ്റെ ദൃഷ്ടിയിലൂടെ സർവരുടെയും സേവനം ചെയ്തുകൊണ്ടിരിക്കൂ. താങ്കൾക്ക് ഇങ്ങനെയുള്ള പാർട്ടും ഉണ്ട്. ജയന്തി ബഹനും ദാദി കൈകൊടുത്തു. രണ്ടുപേർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. പിന്നെ ബാബയും ദാദിയും നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. പിന്നെ ബാബ ഇങ്ങനെ കൈകളിലൂടെ എല്ലാ വരദാനങ്ങളുടെയും ഓരോ പ്രാപ്തിയുടെയും ആശീർവാദത്തിൻ്റെ രൂപത്തിൽ കൈ കാണിച്ചു. പിന്നെ ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ദൃഷ്ടിയിലൂടെ ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ തിരികെ എത്തിച്ചേർന്നു. ഓം ശാന്തി.